ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ഡേ 4. അപ്പോൾ ഇന്നത്തെ ഐറ്റിനറി പറയുന്നത് നമ്മൾ സഫാരി പാർക്ക് ആൻഡ് മറീൻ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ബാങ്കോക്കാണ്. പിന്നെ നമ്മൾ എല്ലാത്തിനോടും ടാറ്റാ ബൈ ബൈ സീ പറഞ്ഞ് നേരെ നാട്ടിലോട്ട് പോയേന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതോടൊപ്പം ലൈക്കും കമൻറ്റും ചെയ്യാം. ഇപ്പം ടൈം ഒരു 7:30 ആയിട്ടുണ്ടാവും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 8:30ക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ വരും. അതിനു മുമ്പ് നമുക്കെല്ലാം റെഡി ആയിരിക്കണം, കാരണം ഇന്ന് ചെക്കൗട്ടും കൂടി ചെയ്യുന്ന ദിവസമാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു റൂം ടൂർ കണ്ടിട്ട് വരാം. ഇത് ബാങ്കോക്കിലെ അംബാസഡർ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു നൈറ്റ് ഒരു 10 മണിയായിട്ടുണ്ടാവും ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. 5:30ക്ക് എത്തിയിരുന്നു. അപ്പോൾ എത്തിയാട് നമ്മൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അതിന് ശേഷം റൂമിലോട്ട് എത്തുന്നത് തന്നെ 10 മണിക്കാണ്. ഇപ്പോൾ രാവിലെ എന്നിട്ട് 7:30 നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാനും കൂടി പോകുന്നില്ല. അപ്പോൾ അത്ര ടൈം നമ്മൾ ഈ റൂമിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. വെജ്, നോൺ വെജ്, പിന്നെ ഹലാൽ കോർണർ പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആദ്യം റൂമിലോട്ട് പോയി. പിന്നെ ചെക്കൗട്ട് ചെയ്ത് നമ്മളിപ്പോൾ നേരെ സഫാരി പാർക്കിലോട്ട് പോവുകയെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇത്രയൊക്കെ ഫുഡ് കഴിക്കുമെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, നമ്മൾ അത്ര ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ അവിടെ ഓരോന്നിൻ്റെ ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഓരോന്നെടുത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കും, അത്ര തന്നെ. അല്ലാണ്ട് രാവിലെ തന്നെ ഇങ്ങനെയൊന്നും ഒരിക്കലും കഴിക്കില്ല. പിന്നെ ഉണ്ടല്ല, നമ്മൾ ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡാക്കി തരണേന്ന്. നാട്ടിലോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ ലോട്ടസ് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് കയറി നോക്കിക്കോ പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പം ഇവിടത്തേക്ക് പോവുകയെന്ന്. കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ലഗേജ് ഓൾറെഡി ഫുള്ളാണ് നമ്മളത്. പിന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മാങ്ങ കൊണ്ടുവരണമെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാതിക്കല് പറഞ്ഞിട്ട് ഇവിടെ കയറിയതാണ്. ഒരു സൂപ്പർ മാർക്കറ്റിന് ക്രിസ്മസ് ആയതുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് പോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ലഗേജ് ഓൾറെഡി ഫുള്ളാണ്. പിന്നെ അവിടുത്തെ ഫ്രൂട്ട്സ് ആണെങ്കിൽ എല്ലാം ഫ്രഷ് സാധനമായിരിക്കും, കാണാൻ തന്നെ നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കാനും തോന്നും. അങ്ങനെ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പൈസ പറയുന്നത് 3 എണ്ണത്തിന് 49 റുപ്പീസാണ്. പക്ഷെ നമ്മൾ ഇതുവരെ വാങ്ങിയതുണ്ടല്ലോ, ഒറ്റൊരു മാങ്ങക്കാണ് നമ്മൾ എത്ര 60 ബാർട്ട് അങ്ങനെ എന്തോ കൊടുത്തത്. അപ്പം നല്ലൊരു ലാഭമുള്ളൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് മാങ്ങ കിട്ടിയല്ലോ ഒരു സന്തോഷത്തിലായിരുന്നു നമ്മൾ. പിന്നെ ടൈമും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു. ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം അവിടെ ഓഫർ പ്രൈസിലാണ് കേട്ടോ. ഓരോന്നും ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. പിള്ളേരെല്ലാം ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വെച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ കാണാത്ത കുറേ പാത്രങ്ങളാണ് ഞാൻ കണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രം. 389 ബാത്തേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, അറിയില്ല. ഇതാ ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് കുക്കറാ അങ്ങനത്തെ എന്തോ ഒരു സാധനം, നല്ല രസമുണ്ട്. ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കാണാൻ, അത് വാങ്ങിക്കാനെല്ലാം. പിന്നെ ടൈം വെറുതെ കളയണ്ടെന്ന് വെച്ച് നമ്മൾ ഇറങ്ങി, കാരണം നമുക്ക് ഇനിയും പോകാണ്ടല്ലോ സഫാരി പാർക്കിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇത് അടിപൊളി ഒരു സ്പൈ വാർ ഷോ ആണ് കേട്ടോ.
അവിടെ നമ്മൾ മറൈനിൽ എത്തിയ ശേഷം ഫുൾ ഷോസാണ് ഉണ്ടായത്. ഫസ്റ്റ് ഷോ പറയുന്നത് മങ്കി ഷോ, പിന്നെ എലഫൻറ്റ് ഷോ, പിന്നെ ഡോൾഫിൻ ഷോ, പിന്നെ സ്പൈവാർ ഷോ. മങ്കി ഷോയും ബേർഡ് ഷോയും ഒരേ ടൈമിലാണ്ട് നമ്മൾ ചൂസ് ചെയ്തത് മങ്കി ഷോ ആയിരുന്നു. ഈ ഷോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്പൈവാർ ഷോ ആണ്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ കഴിഞ്ഞോന്നൊരു ഫീലായിരുന്നു നമുക്കുണ്ടായത്. അത്രയ്ക്കും നല്ല അടിപൊളിയായിരുന്നു. ഒരു മൂവി നേരിട്ട് ബോറടിക്കാണ്ടിരുന്ന് കാണുന്ന ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ മറൈൻ പാർക്ക് മൊത്തത്തിൽ കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളെ വണ്ടി തന്നെ കയറി നമ്മൾ സഫാരി പാർക്കിലോട്ട് ഇങ്ങനെ പോവുകയാണ്. കയറിയത് മുതൽ അവസാനം വരെ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെ ഒരു കളിയാട്ടം തന്നെയായിരുന്നു. ഇത് സഫാരി പാർക്കാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ ആനിമൽസ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഉണ്ടാവും. നമ്മൾ നേരം ഈ നടുക്ക് റോട്ടിലിങ്ങനെ പോകും. നമ്മളിപ്പോൾ ആനിമൽസിൻ്റെ പേരറിയുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാ ആനിമൽസിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഉണ്ടല്ലോ ഭയങ്കര വെയിലാണ്. സൺഗ്ലാസ് ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഈ ജീവിക്ക് അതെല്ലാം പറ്റും. ഇവർക്ക് സൺഗ്ലാസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ലയനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഇത്രയും വൃത്തിയില്ലാത്ത ലയനാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. മുടിയേ ഇല്ല, ഇഷ്ടം പോലെ ലയൻ. 1 2 3 അല്ലാത്ത ലയൻ. ലയൻ ഇങ്ങോട്ട് നോക്കൂ. ഹലോ ലയൻ. അതാണ് എനിക്കിതിലേ പോകുമ്പോൾ എന്താ പറയുക ഓർമ്മ വന്നത്, എന്താ നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുന്ന വഴിയില്ലേ, അതാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുമ്പോൾ ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. ആനേനൊക്കെ നോക്കി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ തുടക്കം മുതൽ എൻ്റെ വരെ നമുക്ക് മൃഗങ്ങളെയും ആനിമൽസിനെയും ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലായിടത്തും ബോർഡ് ഉണ്ടാകും, സ്റ്റേ ഇൻ കാർ. പിന്നെ ഓരോ പ്ലേസിലോട്ട് ഇങ്ങനെ എത്തുമ്പോൾക്ക് ഓരോ ബോർഡായിരിക്കും. കാരണം ബംഗാൾ ടൈഗറുള്ള സ്ഥലം, പിന്നെ ലയൺ, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്താ ചെയ്യാമെന്ന്. ഒന്നുമില്ല, കാറിൽ നിന്നിട്ട് ഇങ്ങനെ ഹോൺ അടിക്കുക. അന്നേരം ആരെങ്കിലും വന്ന് രക്ഷിക്കുമായിരിക്കും എന്നാണ് ആ ബോഡിയിലെല്ലാം ഉണ്ടായത് കേട്ടോ. അപ്പോൾ കാറിലമ്മ ഇരുന്നിട്ട് ഹോൺ അടിച്ചാൽ മതി, അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ആ ഹോൺ അടിക്കുന്നത്. അല്ലെങ്കിൽ ആരും ഇവിടെ ഇതിലിപ്പം ഹോൺ അടിക്കൊന്നുമില്ല, നോർമലായിട്ട് പോവുകയില്ല. ഇത് ഇങ്ങനെ ഫുഡ് എടുക്കുന്നുണ്ടാകും കേട്ടോ. എല്ലാ ടൈഗറും വന്നിട്ട് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും എന്തായാലും കാറിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഏത് വണ്ടിയിൽ പോകുന്നു അപ്പോൾ ഏത് വണ്ടിയിൽ നിന്നാണെങ്കിലും പുറത്ത് കീഞ്ഞിടാൻ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 4:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തി. നമ്മുടെ ലഗേജ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ 2-3 ഡ്രസ്സ് പുറത്ത് വെച്ചാൽ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. ആകെ ടോയ്സ് 2 വാങ്ങിയതിന്, വേറൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ മാംഗോയും കൂടി വാങ്ങിയിട്ടാണ്. അങ്ങനെ അതൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട കഷ്ടപ്പാടിലാണ്. ആദ്യം എങ്ങനെയോ ആക്കി ലാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഈ തായ്ലൻഡ് ട്രിപ്പ്. ഞാനും ആദ്യം ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത്രത്തോളം അടിച്ചു പൊളിക്കുന്നു വരെ വിചാരിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് നല്ല സങ്കടമുണ്ട്, പിന്നെ എന്താക്കൽ. അപ്പം നമ്മൾ ഇന്ന് 12 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. നമുക്കിനി ട്രെയിനിൽ 4 മണിക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു ടാക്സിയും പിടിച്ച് ഇപ്പോൾ കൊച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് ഞാൻ ഉറങ്ങി. അങ്ങനെ നമ്മൾ കറക്റ്റ് 4 മണിക്ക് ട്രെയിൻ കയറി. എന്നിട്ട് നമ്മൾ 2 ഉറങ്ങി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 11:30 ആകുമ്പോഴത്തേക്കാണ് കാസർഗോഡ് എത്തുന്നത്. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ആബിച്ചും ന്യൂഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയിൽ ബൈ ബൈ.